ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് സേവ് ദ ഡേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് 2 സാറ്റിൻ ക്ലോത്തുകളാണ്. ഇതിന് മീറ്ററിന് വെറും 30 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 1 മീറ്റർ ഉണ്ടായാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു വൈറ്റ് സാറ്റിൻ ക്ലോത്ത് മസ്റ്റായിട്ട് ഉണ്ടായാൽ നല്ലതാണെന്ന് തോന്നിയിട്ടോ. നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനായാലും അതുപോലത്തെ സേവ് ദ ഡേറ്റിനായാലും ഒക്കെ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു മിററാണ് കേട്ടോ. ഞാനിത് ഒരുപാട് നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ബോക്സുമ്പോൾ തന്നെ ഉണ്ട്. 3 ഷേപ്പിലായിട്ടുള്ള അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു മിറർ. ഇത് സേവ് ദ ഡേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് തോന്നിയത്. ഇതിന് 285 റേറ്റ്. ചില പ്രൊഡക്റ്റിൻ്റെ റേറ്റുകളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഓർമ്മയുള്ളതൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പസിൻ്റെ വീഡിയോ ആദ്യം ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കട്ടെ. ഞാൻ പിൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. നെക്സ്റ്റ് ഈ ഒരു ഫ്ലവർ വേസ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതും ഞാൻ ഒരുപാട് വാങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് തന്നെ അപ്പം തന്നെ അതുമെന്ന് പറിച്ചെടുത്തോട്ട് അത് ഓർമ്മയില്ല. പിന്നെ ഞാൻ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചത് ഇതായിരുന്നു കേട്ടോ. ഇത് പല സൈസിലുള്ളതുണ്ടായിരുന്നു. ഞാനത് മുറിച്ചിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തേക്കാണ്. കാരണം നല്ല ഹൈറ്റ് ഇരുന്നു. അപ്പോൾ വീഡിയോസിലൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇതാക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം ഭംഗിയുള്ളതാണ്. നെക്സ്റ്റ് ഈ ഒരു വൈറ്റ് ക്യാൻഡിലാണ്. 2-3 ക്യാൻഡിൽസ് കയ്യിലുണ്ടായിരുന്നു. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് സേവ് ദ ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണിത്. ഏതൊരു ക്യാൻഡിലും പൊതുവേ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നെക്സ്റ്റ് ഒരു വുഡൻ പീസാണ്. ഒരു റൗണ്ടായിട്ട് വരുന്നതാണ്. ഇത് ക്യാൻഡിലൊക്കെ ഇതിന് മുകളിൽ കയറ്റി തന്നെ വെക്കാനും വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. ഇതിൻ്റെ പല സൈസിലുള്ളതും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു വുഡൻ സ്റ്റാൻഡാണ്. ഇത് സേവ് ദ ഡേറ്റ് വീഡിയോ എടുക്കുന്നവർക്ക് മസ്റ്റായിട്ട് വേണ്ടതാണിത്. ഇൻവിറ്റേഷൻ കാർഡൊക്കെ അതിൽ വെച്ചിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 40 ഇതിൻ്റെ ബിഗ് സൈസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സ്മാൾ സൈസാണ് എടുത്തത്. നെക്സ്റ്റ് ഒരു ക്യൂട്ടായിട്ടുള്ള ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടി ഉള്ള ഒരു ടോയാണ്. ഇത് 100 സംതിങ് എന്താണ് വന്നത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൂമിനെ എത്ര പിടിച്ച് നിർത്തിയാലും നിൽക്കില്ല. ഒരു ബാക്കിൽ എന്തെങ്കിലും ഒരു ഇതില്ലാതെ അതൊറ്റക്ക് നിൽക്കണില്ല. ആ ഒരു പ്രശ്നം തോന്നിയത്. നെക്സ്റ്റ് കാണിക്കുന്നത് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റിനെ കാണിക്കുന്നത് ഈ ഒരു പിയോണി ഫ്ലവർ ആണ് കേട്ടോ. കുഞ്ഞു പിയോണി ഫ്ലവർ ആയിരുന്നു. ഇതുമേ 135 രൂപയായിരുന്നു ഇതിന്. എൻ്റെ കയ്യിൽ 2-3 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ഒരു സേവ് ദ ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഈ ഒരു ഫ്ലവറും ആ സേവ് ദ ഡേറ്റിന് വേണ്ടി മേടിച്ചതായിരുന്നു കേട്ടോ. ഇത് ഒരു പീസിന് എത്ര 10 20 അങ്ങനെ എത്രയോ റേറ്റ് ആയിരുന്നു. കറക്റ്റ് ഓർമ്മയില്ല. 2 പീസായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പുതുതായി മേടിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എന്തൊക്കെ വീഡിയോസ് ചെയ്യണമെന്നൊന്നും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.